മലപ്പുറത്ത് പെരിന്തൽമണ്ണയ്ക്കടുത്ത് മണ്ണാർ മലയിൽ വീണ്ടും പുലി സാന്നിധ്യം എന്നുള്ളതാണ്. റോഡ് മുറിച്ചു കടന്നു വരുന്ന പുലിയുടെ ദൃശ്യം നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞു. ഒരു മാസം മുൻപും പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് സ്ക്രീനിലൂടെ. ശാന്തകുമാർ വെള്ളാലത്തുണ്ട് മലപ്പുറത്ത് നിന്ന്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. അത്രമേൽ ക്ലിയർ ആയിട്ടുള്ള വിഷയമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുലി വന്ന് ക്രോസ് ചെയ്ത് പോകുന്ന നല്ല ക്ലാരിറ്റിയുള്ള ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത്. എന്താണ് തുടർ നടപടികൾ? സേതു, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് ഇന്നലെ രാത്രി 11:45 നാട്ടുകാർ സ്ഥാപിച്ച ഈ CCTVയിൽ ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. 2 മാസം മുമ്പ്, അത് കഴിഞ്ഞ ഫെബ്രുവരി 12 ഇതേപോലെ ഈ ഇടത്ത് തന്നെ നാട്ടുകാർ സ്ഥാപിച്ച CCTVയിൽ ഈ പുലിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു. അതിനുശേഷം അവിടെ വനം വകുപ്പ് ഒരു കൂട് സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. ആ കൂട് സ്ഥാപിച്ച് ഏതാനും ദിവസങ്ങൾക്ക് അവ മാറ്റുകയും ചെയ്തു. പുലിയെ അകപ്പെട്ടില്ല, പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാണ് അത് മാറ്റിയത്. പക്ഷേ നാട്ടുകാർ ഇപ്പോഴും വലിയ ആശങ്കയിലാണ്. ഇവിടെ CCTV സ്ഥാപിക്കാൻ നേരത്തെ തന്നെ നാട്ടുകാർ ആവശ്യപ്പെട്ടു, അത് വനംവകുപ്പ് ചെയ്തില്ല. പിന്നെ നാട്ടുകാരുടെ താല്പര്യത്തിലാണ് CCTV സ്ഥാപിക്കുന്നത്. 2 പ്രാവശ്യം ഇപ്പോൾ ഈ CCTVയിൽ പുലിയെ കണ്ടു. എന്നിട്ടും വനംവകുപ്പ് അതിന് കാര്യമായ ഒരു ഗൗരവം കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെരിന്തൽമണ്ണ നഗരത്തിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ പുലിയുടെ സാന്നിധ്യം ഇപ്പോൾ കാണുന്നത്. അതായത് നഗരത്തോട് ചേർന്ന് തന്നെ എന്ന് പറയാം, അത്രയ്ക്ക് അടുത്താണ് ഇപ്പോൾ ഈ പുലി എത്തിയിരിക്കുന്നത്. ഈ പതിവായി കഴിഞ്ഞ 2 മാസത്തിനിടെ 2 പ്രാവശ്യം കണ്ടിട്ടും ഈ പുലിയെ പിടികൂടുന്നതിനോ മറ്റ് നടപടികളിലേക്ക് പോകാനോ വനംവകുപ്പ് തയ്യാറാകുന്നില്ല എന്നത് നാട്ടുകാർ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഇതിനകത്ത് വ്യക്തമായ ഒരു മറുപടിയും ഇതുവരെയും നൽകിയിട്ടില്ല. സേതു, ശരി. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ, ഒരു പുലി ക്രോസ് ചെയ്ത് പോകുന്ന വളരെ കൃത്യമായ ദൃശ്യങ്ങളാണ്. മലപ്പുറം പെരിന്തൽമണ്ണയ്ക്കടുത്ത് മണ്ണാർ മലയിൽ വീണ്ടും പുലി സാന്നിധ്യം.